നമ്മൾ കണ്ടിട്ടില്ലേ കുറെ നാളായിട്ട് വീഡിയോസ് ഒന്നും എടുക്കാറില്ല കേട്ടോ ഗൈസ്. വേറെ ഒന്നുമല്ല, നമുക്ക് സമയമില്ലാത്ത സംഭവമാണ്. എന്താണെന്ന് വെച്ചെങ്കിൽ ജോലിക്ക് പോകുന്ന കാരണം 2 ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ രാവിലെയും ഈവനിങ് വേറെ ജോലിക്ക് പോണ കാരണം വീട്ടിൽ വന്നിട്ട് വീഡിയോസ് എടുക്കാനോ അല്ലെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനുള്ള ടൈമില്ല. അപ്പോൾ അതുകൊണ്ട് കുറെ നാളായിട്ട് നിർത്തി വെച്ചിരിക്കുകയായിരുന്നു. ഈ ഇടയ്ക്ക് നിർത്തി വെക്കുന്ന സ്വഭാവം എനിക്ക് ഉണ്ട് കേട്ടോ, അത് പണ്ടേ ഉള്ളതാണ്. പക്ഷേ നിർത്തി ഇത്തിരി പ്രശ്നം ഞാൻ വിചാരിച്ചെങ്കിൽ എന്തായാലും വേണ്ട, നമുക്കിതൊക്കെ സ്റ്റോപ്പ് ചെയ്യാൻ എല്ലാം കുറേ വീഡിയോസൊക്കെ ഞാൻ പ്രൈവറ്റ് ആക്കി വെച്ചുട്ടാ, അത് വേണ്ട എന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എന്താണെന്നറിയില്ല, മനസ്സല്ലേ ഈ മനുഷ്യന്മാരെ മനസ്സല്ലേ ഇങ്ങനെ ചാഞ്ചാടിയോണ്ടിരിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ പ്രത്യേകിച്ച് എൻ്റെ മനസ്സ് ഭയങ്കര ചാഞ്ചാടുള്ളതാന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് വീഡിയോസ് എടുക്കാണ്ടിരിക്കുമ്പോൾ ഒരു സമാധാനം കുറവ്. എന്താണെന്ന് വെച്ചെങ്കിൽ തലടിച്ചപ്പോൾ തന്നെ ഒരു സമാധാനം കുറവ്, വീഡിയോസ് ഇടാത്ത കാരണം എനിക്കൊരു സുഖമില്ല മനസ്സിന്. അപ്പം എനിക്ക് എപ്പോഴെങ്കിലുമൊക്കെ സമയം കിട്ടുമ്പോഴായിരിക്കും ഞാൻ ചിക്കനോട് പറയാം നമുക്ക് ഒരു വണ്ടി കൊണ്ടിട്ട്, അതിൻ്റെ സൗണ്ടാണേ കണ്ടോ. അപ്പോൾ ഞാൻ ചിക്കനോട് പറയാം, ചിക്കു നമുക്ക് വീഡിയോ എടുത്താലോ എന്തെങ്കിലുമൊക്കെ എടുത്താലോ എന്ന്. അപ്പോൾ അവളുടെ കുറേ കൺസേൺസ് ഉണ്ടാവും. അപ്പോൾ അവൾക്ക് അത് പറ്റില്ല ഇത് പറ്റില്ല എന്ന് പറയും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും തല്ലൂട്ടായി. ഞാൻ അങ്ങോട്ട് എനിക്ക് ദേഷ്യം വരും അല്ലെങ്കിൽ അവൾക്ക് ദേഷ്യം വരും. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാണ് ഇപ്പോൾ ഇതിനൊക്കെ പോകണേ, നമുക്കത് വീഡിയോസ് എടുക്കണ്ട നിർത്താമെന്ന് വിചാരിച്ചു. പക്ഷെ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ഞാൻ പിന്നെയും നമ്മൾ എന്താ പറയുക ഓരോരോ സംഭവങ്ങൾ പിന്നെയും എൻ്റെ വീഡിയോസിൽ നിന്ന് കാണുമ്പോൾ ഞാൻ എന്തിനാണ് ഞാൻ നിർത്തുന്നത്. എന്താ വെച്ചാൽ ചെറിയൊരു ഫാമിലി ആയാലും ആ ചെറിയൊരു ഫാമിലിനെ ഞാൻ ആക്കാൻ വേണ്ടിയിട്ട് അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഇല്ലേ. എൻ്റെ ഒരു വീഡിയോസോ അല്ലെങ്കിൽ നമ്മുടെ ഒരു എന്താ പറയുക വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് വരുന്ന സബ്സ്ക്രൈബേഴ്സാണ്. അപ്പോൾ അവർക്കൊക്കെ അത് വിഷമാവില്ലേ. സംഭവം പറയണ അത്ര വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നും ഇല്ല, എന്നാലും നമ്മുടെ ഉള്ള സബ്സ്ക്രൈബേഴ്സിന് അത് വിഷമാവില്ലേ. അവർക്ക് മാത്രമല്ല എനിക്കും വിഷമമാവും. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോസ് ഇടാമെന്ന്. അപ്പോൾ ഞാൻ ഡെയിലി വ്ളോഗ്സ് ആയിട്ട് വരാമെന്ന് വിചാരിക്കുന്നു. ചിലപ്പോൾ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കാം. വ്ളോഗിങ് ഒന്നും അത്ര വലിയ ഐഡിയ ഇല്ലാത്ത ഒരാളാട്ടോ ഞാൻ. എൻ്റെ ഫോണിൽ എടുക്കണു, എനിക്ക് തോന്നുന്ന പോലെ എഡിറ്റ് ചെയ്യണു, അത്രമാത്രം ചെയ്യണ ഒരാളാണേ. അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോഴാണെങ്കിൽ ചിക്കുനും ഞാൻ എപ്പോഴും ചോദിക്കുമ്പോൾ അവൾക്കൊരു ഡിസ്റ്റർബൻസ് ആവണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളുടെ ഡെയിലി വ്ളോഗ്സ് ആയിട്ട് ഞാൻ വരാമെന്ന് വിചാരിക്കുന്നു. അതുകൂടാണ്ട് ഞാൻ നമ്മുടെ ചാനലിൻ്റെ പേരും കൂടി ഒന്ന് മാറ്റാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് കുറേ പ്ലാൻ ചെയ്യുന്ന ഒരാളൊന്നുമല്ല, ഞാൻ എടുത്തുചാട്ടം കൂടിയ ഒരു വ്യക്തിയാണ്. ഇപ്പം എനിക്കിപ്പോൾ തോന്നുകയാണ് എനിക്ക് ഇത് ചെയ്യണമെന്ന്. ഞാൻ ഒന്നും ചിന്തിക്കില്ല, ചെയ്യായിരിക്കും, ചിലപ്പോൾ തെറ്റായിരിക്കും ശരിയായിരിക്കും, പക്ഷെ അങ്ങനെയൊന്നും ചിന്തിക്കാത്ത ഒരാളാട്ടോ. അതുകൊണ്ട് വീട്ടുകാരൻ എപ്പോഴും പറഞ്ഞ് ഭയങ്കര എടുത്തുചാട്ടക്കാരിയാണ്. പക്ഷെ ഇത് ദൈവം സഹായിച്ചിട്ട് ഇതുവരെ ഞാൻ എടുത്ത് ചാടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ വാക്കുകൊണ്ടോ ആരെങ്കിലും നോവിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ളതുള്ളൂ. അത് നമുക്ക് ദേഷ്യം വരുമ്പോൾ പെട്ടെന്ന് എന്താ പറയാൻ എനിക്കറിയില്ല, പെട്ടെന്ന് എൻ്റെ കൺട്രോൾ പോവും. അപ്പോൾ അങ്ങനെ ഞാൻ ആരെങ്കിലും നോവിച്ചിട്ടുള്ളൂ, അല്ലാണ്ട് വേറെ ഒരാൾക്കും ഞാൻ ഇതുവരെ ദ്രോഹങ്ങളൊന്നും ചെയ്തിട്ടില്ല. എടുത്തുചാട്ടങ്ങൾ പിന്നെ നഷ്ടങ്ങൾ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ മിക്കതും ട്രൈ ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും എടുത്തുചാട്ടം ചെയ്തിട്ട് ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് ഞാൻ അതിൽ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്, പിന്നെ അത് ശരിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു നേച്ചറായ ഒരു വ്യക്തിയാട്ടാ. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ ഇന്ന് എനിക്ക് വന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയതാട്ടാ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിന്ന് ഒരു തോന്നൽ, എനിക്കെന്നെ യൂട്യൂബിൻ്റെ പേര് മാറ്റണം. അതെന്തുകൊണ്ട് അങ്ങനെ തോന്നിയെന്ന് എനിക്ക് ഒരു ഐഡിയ ഇല്ല. പെട്ടെന്ന് തോന്നി ഇന്ന് ഞാൻ ഈ പേരിട്ടാലോ എന്ന്. അപ്പോൾ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞേ അമ്മോടും ചിക്കനോട് പറഞ്ഞേ ഞാൻ ഈ പേരിടാൻ പോട്ടോ യൂട്യൂബിന്, എന്താ നിങ്ങളുടെ അഭിപ്രായം. അപ്പോൾ രണ്ടുപേരും അങ്ങോട്ട് ഇങ്ങോട്ട് നോക്കി ചിരിച്ചിട്ട് പറഞ്ഞേ നിങ്ങൾക്ക് വേറെ ഭ്രാന്തുണ്ടോ, വേറെ ഒരു പണിയില്ലേന്ന്. അപ്പോൾ ഞാൻ ഇല്ല, എനിക്ക് യൂട്യൂബിൻ്റെ ചാനൽ മാറ്റണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാനൊരു പേര് കണ്ടെത്തി പിടിച്ചതൊന്നുമല്ല, ചിന്തിച്ചിട്ടൊന്നുമില്ല. എൻ്റെ മനസ്സിൽ ഒറ്റ പേര് വന്നു, ആ പേര് ഞാൻ ഇടാമെന്ന് വിചാരിക്കണം. അത് ഇട്ടാൽ എങ്ങനെയാണ് എന്താ വെച്ചാൽ അങ്ങനത്തെ ഒരു പേരിൻ്റെ റിലേറ്റഡ് ആയിട്ടൊരു ഫേമസ് യൂട്യൂബർ ഉണ്ട്. ഇനി അതിനെ അടിച്ച് പക്ഷെ അതിനെ കണ്ടിട്ടാണോ എന്ന് തോന്നും, പക്ഷെ സത്യമല്ല, അത് കണ്ടിട്ട് ഒന്നല്ല കേട്ടോ ഞാൻ ഇട്ടിരിക്കുന്നത്. എൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു പേരാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇടാന്ന്. ഞാൻ കുറേ നേരമല്ലേ ഇവിടെ നടക്കണേ, വേറെ ഒന്നല്ല കേട്ടോ. ഞാൻ നമ്മുടെ പൂക്കളുണ്ട് നല്ല ഭംഗി, പക്ഷെ ഇപ്പോൾ വാടി തുടങ്ങിയിട്ട് നല്ല വെയിലൊക്കെ ആയി കാരണം നല്ല വാടി തുടങ്ങി. പക്ഷെ നല്ല ഭംഗിയായിരുന്നു, നല്ല ഫ്രഷ് ആയിട്ട്. ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ ആഡ് ചെയ്യാം. ഞാനിത് ഇങ്ങനെ നല്ല രീതിയിൽ പൂക്കളായപ്പോൾ വീഡിയോസ് എടുത്തിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല ഭംഗിയില്ലേ കാണാൻ. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കുറച്ച് റോസും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ റോസും ഇപ്പോൾ വെയിൽ കാരണം കുറച്ച് ഡല്ലായിരിക്കട്ടെ, പക്ഷെ നല്ല ഭംഗിയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ചെങ്കിൽ അങ്ങനെ ഞാൻ വിചാരിക്കണു ഡെയിലി വ്ളോഗ്സ് ആയിട്ട് തുടങ്ങിയാലോ എന്നല്ല കണ്ടിന്യൂ ചെയ്താലോ എന്ന്. എന്തിനാണ് നമ്മൾ ഒന്നും ചെയ്യാണ്ടിരിക്കണേ അല്ലേ, മടിച്ചിരിക്കണേ. പിന്നെ എനിക്കൊരു ചിന്താഗതി ഉണ്ട് കേട്ടോ, ഇങ്ങനെ നമ്മളിടുമ്പോൾ നമ്മൾ അറിയുന്ന ആൾക്കാരാകുമ്പോൾ ഈ കുട്ടി ഇപ്പം എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇപ്പം എല്ലാ വീഡിയോസ് ഇപ്പോൾ വലിയ വീഡിയോഗ്രാഫറോ അങ്ങനെയൊന്നല്ല. അപ്പോൾ അതിൽ വലിയ തെറ്റുകുറ്റങ്ങളൊക്കെ വരുമ്പോൾ ആരെങ്കിലും എന്ത് ചിന്തിക്കും അങ്ങനെയൊക്കെ തോന്നുന്ന ഒരു നേച്ചറാണ്. സാധാരണ ഒരു മനുഷ്യർക്കുള്ള സ്വഭാവം തന്നെ എനിക്കും. അപ്പോൾ അതൊക്കെ ഞാൻ ചിന്തിക്കും. പിന്നെ ഞാൻ ചിന്തിക്കും ആരിപ്പോൾ എന്ത് ചിന്തിച്ചാലും എന്താ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് ചെയ്യണം, അത്ര തന്നെ. നമ്മുടെ ഫ്ലവേഴ്സ് നോക്കി നല്ല ഭംഗിയില്ലേ.
ഞാൻ ആരെന്ത് വേണമെങ്കിലും ചിന്തിച്ചോട്ടെ അല്ലേ, എനിക്കിഷ്ടം തോന്നുന്നത് ഞാൻ ചെയ്യാം. എനിക്കിങ്ങനെ നിങ്ങളോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതെങ്ങനെയാണ് എനിക്ക് പറഞ്ഞറിയിക്കേണ്ടതെന്ന് അറിയില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ. ഇപ്പം ഞാനും എൻ്റെ ഫോണിലോ അല്ലെങ്കിൽ ക്യാമറയിലോ നോക്കിയിട്ട് സംസാരിക്കണം. എൻ്റെ അതിൽ എന്നെ കുറേ പേര് കേൾക്കുന്നുണ്ട്, എന്നെ കുറേ പേര് കാണുന്നുണ്ട്, ഞാൻ സംസാരിക്കണം, എനിക്ക് റിപ്ലൈ തരുന്നുണ്ട്, അങ്ങനത്തെ ഒരു തോന്നലുള്ള ഒരു വ്യക്തിയാട്ടോ ഞാൻ. അപ്പോൾ ഇത്രയ്ക്കൊക്കെയുള്ള ഇന്നത്തെ വീഡിയോ. വേറെ ഒന്നുമില്ല. അപ്പോൾ നമുക്ക് ഡെയിലി വ്ളോഗ്സ് ആയിട്ട് കാണാം. ഇനി നല്ലതോ പൊട്ടോ എന്തെങ്കിലും ആയിക്കോട്ടെ, മുന്നോട്ട് വെച്ച ചുവട് പുറകോട്ട് വെക്കില്ല, അങ്ങനെ എന്തോ മലയാളം ഡയലോഗ്സ് ഉണ്ടല്ലോ. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് വീഡിയോ ഇവിടെ നിർത്തിയാലോ, എന്താണ് അഭിപ്രായം അല്ലേ? നമുക്ക് കുറച്ച് കാഴ്ചകൾ കാണാം വീടിൻ്റെ ഗാർഡനിങ്ങിൻ്റെ. വലിയ ഗാർഡനിങ് ഒന്നുമല്ല കേട്ടോ, ചെറുവക. നമുക്കത് കണ്ടാലോ? എൻ്റെ പഴയ വീഡിയോസ് കണ്ടറിയാം, ഞാൻ ഹെൽത്തിലാണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇന്ന് ഹെൽത്തിൽ എൻ്റെ ജോബ് അവിടുത്തെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ലാസ്റ്റ് ഡേ ആയിരുന്നു. എന്താണെന്ന് വെച്ചെങ്കിൽ എനിക്ക് വേറെ സ്ഥലത്തേക്ക് കിട്ടിയപ്പോൾ ഞാൻ അവിടേക്ക് മാറ്റം അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് മാറി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ എനിക്ക് എല്ലാവരും കൂടി ഒരു കാർഡും പിന്നെ കുറച്ച് ചോക്ലേറ്റ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട്, കപ്പ് കേക്ക്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ. പക്ഷേ അത് ഞാൻ എടുത്തിട്ടില്ല, അത് റൂമിലാണ്. അപ്പോൾ ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ എനിക്ക് കാർഡ് കാണിച്ചു തന്നു വെച്ചു. അപ്പോൾ എനിക്ക് അവർ തന്നത് ഭയങ്കര വാല്യൂബിൾ ആയിട്ടുള്ളൊരു കാർഡാണ്. ഇതിൽ എഴുതിയിരിക്കുന്നത് വായിക്കാം നമുക്ക്. No matter where you are, just remember, you are never more than a thought away. ഭയങ്കര സപ്പോർട്ടിങ് ടീമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇവരൊപ്പം വർക്ക് ചെയ്യുന്നത്. അതുകൂടാണ്ട് എനിക്ക് ഇവർ എല്ലാവരും വക എഴുതി തന്നിട്ടുണ്ട്. കുറച്ചൊക്കെ വായിക്കാം. ഹേ ശിൽപ, താങ്ക് യു ഫോർ ഓൾ ഹാവ് യു ഡൺ, ഗുഡ് ലക്ക്, വി വിൽ മിസ് യു. പിന്നെ ഐ എം ഗോയിങ് ടു മിസ് യു. I'm going to miss your light so much here. You are going to do so well in your new role. Love you. Thank you so much for all the great work you have done. We will miss you very much. All the best in your new role. അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്താ പറയുക, ഒരു അച്ചീവ്മെൻ്റ് ആണ് അല്ലേ? നമ്മുടെ വർക്കേഴ്സ് ഇതുപോലെ സ്നേഹിക്കുക എന്ന് പറയുന്നത്, നമ്മുടെ ടീംമേറ്റ്സ്. സോ ഐ എം വെരി ഹാപ്പി ടു ഹാവ് ദിസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. യു ഗൈസ് ടേക്ക് കെയർ കേട്ടോ. ബൈ. അടുത്ത പുതിയ വീഡിയോ കാണാം.